ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. പരീക്ഷിത്തിന്റെ രാജ്യഭാരം. പരീക്ഷിത്ത് മഹാരാജാവ് ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തുകൊണ്ട് ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. ശ്രീകൃഷ്ണ കഥകളോടൊപ്പം പാണ്ഡവരുടെ വിജയകഥകളും നാടെങ്ങും പാടുന്നതു കേട്ട് രാജാവ് സന്തുഷ്ടനായി. ആ യാത്രക്കിടയിൽ രാജാവ് സരസ്വതീ നദീതീരത്തെത്തി. അവിടെ ഒറ്റക്കാലുള്ള ഒരു പശുവും ഒരു കാളയും നിൽക്കുന്നത് രാജാവ് കണ്ടു. പശുവിനെ ഉപദ്രവിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ശൂദ്രനെ കണ്ടിട്ട് പരീക്ഷിത്തു വില്ലുകുലച്ചുകൊണ്ട് പറഞ്ഞു, രാജോചിതമായ വേഷമുണ്ടെങ്കിലും നിന്റെ ഹീനമായ പ്രവൃത്തി എനിക്കു സഹിക്കാവുന്നതല്ല. ശ്രീകൃഷ്ണാർജുനന്മാർ പണ്ടു ദുഃഖഭാരം തീർത്ത് രക്ഷിച്ചു പോന്ന രാജ്യമാണിത്. ഇന്ന് കേവലം ബാലനാണെങ്കിലും ഞാൻ ഇതിൻ്റെ രക്ഷകനായി ഉണ്ട്. സജ്ജനദ്രോഹത്തിന് ഒരുമ്പെട്ട നിന്നെ വധിച്ച് ധർമ്മരക്ഷ ചെയ്യാൻ എനിക്ക് കഴിയും. പിന്നീട് ആ പശുവിനോടും കാളയോടുമായി രാജാവ് പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഇവൻ എന്തിനു നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നു? മൂലോകനാഥനായ ഇന്ദ്രനായാലും ദുരഹങ്കാരം കാട്ടാൻ ഒരുങ്ങിയാൽ ആ കൈകൾ വെട്ടിക്കളയാൻ എനിക്കു മടിയില്ല. അതു കേട്ടു കാള പറഞ്ഞു, ഇപ്പോൾ ഓരോരുത്തർ എന്തൊക്കെ അധർമ്മങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അവയെല്ലാം ദുഃഖകാരണങ്ങളല്ലേ? ധർമ്മസംരക്ഷണത്തിൽ തത്പരരായ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ ചെയ്ത കാര്യങ്ങൾ നാട്ടുകാരെല്ലാം പ്രശംസിക്കുന്നുണ്ട്. അവരുടെ വംശത്തിൽ പിറന്ന നീ ഇങ്ങനെ പറയുന്നതും ഉചിതം തന്നെ. യമധർമ്മന്റെ പ്രശംസാ വചനങ്ങൾ കേട്ട് പരീക്ഷിത്ത് പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് എനിക്കു മനസ്സിലായി. നിങ്ങളുടെ ദുഃഖങ്ങൾ ഞാൻ ഇല്ലാതാക്കുന്നുണ്ട്. ഈ ശൂദ്രന്റെ ശല്യവും ഇനി ഉണ്ടാകുകയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് വാളെടുത്തത് കണ്ട് ശൂദ്രൻ രാജാവിൻ്റെ മുൻപിൽ സാഷ്ടാംഗപ്രണാമം ചെയ്തു. കാൽക്കൽ വീണ് അഭയം യാചിക്കുന്ന ശൂദ്രനെ നോക്കി പരീക്ഷിത്ത് പറഞ്ഞു, ധനഞ്ജയന്റെ കീർത്തി പരന്നിട്ടുള്ള ഈ ലോകത്തെ ഞാൻ സംരക്ഷിക്കും. ഇവിടെ ഉപദ്രവകാരിയായി നീ മാത്രമാണ് ഉള്ളത്. എന്നെ ശരണം പ്രാപിച്ചതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. പക്ഷേ നീ എൻ്റെ രാജ്യത്തിൽ നിന്നു പുറത്തു പോകണം. ആ ശൂദ്രൻ ദുഃഖത്തോടെ പറഞ്ഞു, ചക്രവർത്തിയായ അങ്ങ് ഈ ഭൂമണ്ഡലമാകെ അടക്കി ഭരിക്കുന്നു. അങ്ങയുടെ രാജ്യത്തു നിന്നു പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഭൂമിയിലെങ്ങും ഇടമില്ലാതെ വരും. അതുകൊണ്ട് ഞാൻ എവിടെ താമസിക്കണമെന്നുകൂടി അങ്ങ് നിർദ്ദേശിക്കണം. ഇങ്ങനെ അഭ്യർത്ഥിച്ച കലിപുരുഷന് വസിക്കാൻ പറ്റിയ സ്ഥാനങ്ങൾ രാജാവ് നിർദ്ദേശിച്ചു. ചൂതുകളിസ്ഥലം, നിരന്തരം മദ്യപാനം ചെയ്യുന്നവൻ, ഋതുമതിയായ സ്ത്രീ, സ്വർണം, ഹിംസാനിരതൻ എന്നിങ്ങനെ 5 സ്ഥലങ്ങളിൽ പാർത്തുകൊള്ളുക. അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കലിയെ ആട്ടിയകറ്റി പരീക്ഷിത്ത് ധർമ്മത്തിൻ്റെ പാദങ്ങളെ സംയോജിപ്പിച്ചു നിർത്തി ഭൂമിയെ സാന്ത്വനിപ്പിച്ച് സംരക്ഷിച്ചു. ഒടുവിൽ ശ്രീശുകമുനിയെ ആചാര്യനായി വരിച്ചു. ഭഗവത് കഥകൾ കേട്ടുകൊണ്ട് ഗംഗാതീരത്തു തന്നെ പരീക്ഷിത്തു മഹാരാജാവ് ദേഹത്യാഗം ചെയ്തു. നിർമ്മലനിന്ദ്രാത്മജ നന്ദനാത്മജൻ പിന്നെ ധർമ്മേണ ഭൂമണ്ഡലം രക്ഷിച്ചു വാഴും കാലം. ദിഗ്ജയത്തെ ചെയ്വതീനായിക്കൊണ്ടു സിംഹധ്വജയുക്തമാം മഹാരഥത്തിന്മേലെ നടക്കുമ്പോൾ സത്തുക്കൾ നാനാദിശി നിന്നു
ശ്രീകൃഷ്ണോദന്തമിശ്രമായിരിപ്പോരു പാണ്ഡവ ചരിതങ്ങൾ സന്തതം പാടിയിടുന്നതന്തരാ കേട്ടു കേട്ടു സന്തോഷിച്ചനുഗ്രഹം ചെയ്തു ചെയ്വനീശൻ. സഞ്ചരിച്ചിടും നേരം പൂർവവാഹിനിയായോ രഞ്ജിത സരസ്വതി തന്നെ തീരത്തിങ്കൽ ചെന്നു നിന്നളവു തൻ മുന്നിലമ്മറങ്ങു കാലൊന്നായി നിന്നൊരു പശുവോടു ഗോവൃഷോത്തമൻ ചോദിച്ചാൻ പല പല ദുഃഖ കാരണം പ്രതിപാദിച്ചാൻ ഭവാൻ ചൊന്നതൊക്കെയുണ്ടിപ്പോൾ എൻ്റെ ശോകത്തിൻ മൂലമതിനോർത്തോളമകതാരിൽ ശ്രീകൃഷ്ണ വിയോഗത്തെ സഹിച്ചുകൂടാ എന്നു ഖേദിച്ചീവണ്ണം പറഞ്ഞിടിന പശുവിനെ ബാധിപ്പാനടുത്തൊരു ശൂദ്രാധിപതിയെയും ഭൂപതി പ്രവരൻ കണ്ടതിനു നേരെ ചെന്നു ചാപത്തി കുലച്ചു ചൊന്നാൻ, നീ നിൻ വേഷം കണ്ടാൽ രാജത്വം തോന്നും, കർമാരംഭം കണ്ടോളം മനോവ്യാജത്വം ചേർന്ന ഹീനജാതിത്വത്തെയും തോന്നും. ശ്രീകൃഷ്ണാർജുനന്മാരാം ദിവ്യന്മാർ നിത്യം സർവശോകത്യാഗാർത്ഥം രക്ഷിച്ചിടിന രാജ്യത്തിങ്കൽ ഞാനിപ്പോൾ ഒരു നാഥൻ ബാലനെന്നിരിക്കിലും മാനിച്ചീവണ്ണം സാധുദ്വേഷത്തിനൊരുമ്പെട്ട നിന്നെ കൊന്ന ധർമ്മത്തെ നീക്കുവാൻ മതിയെന്നു ചൊന്നവൻ. പിന്നെ പശുമിഥുനത്തോടു ചൊന്നാൻ, നിങ്ങളാരിരുവരും എന്തിനായി വനിങ്ങു വന്നുടനുപദ്രവിച്ചിടുവാൻ തുടങ്ങുന്നു? ചൊന്നാലും പരമാർത്ഥമെന്നോടു മടിയാതെ ദുർമതം ചെയ്വാനൊരുമ്പെട്ടു വന്നടുത്തവൻ. ദേവേന്ദ്രൻ ത്രിഭുവനാധീശനെന്നിരിക്കിലും തോൾവളയോടും കൂടെ ഛേദിപ്പൻ കരങ്ങൾ ഞാൻ. കേവലമേവം നരേന്ദ്രോത്തമൻ ചൊല്ലിടുന്ന ഗോവുകൾ കേട്ടു ഗോവൃഷോത്തമൻ ചൊന്നാനപ്പോൾ, എന്തെടോ ചൊല്ലിയിടുന്നതോരോരോ ജനങ്ങളാൽ എന്തെല്ലാം അധർമ്മങ്ങളുണ്ടിപ്പോൾ ചെയ്തിടുന്നു. സന്താപ നിമിത്തങ്ങൾ എന്തവയെല്ലാം വേറെ സന്തതം ചൊല്ലിയിടുന്നതേറിയ ഗുണങ്ങളാ കുന്തി നന്ദനന്മാർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം ചിന്തിച്ച വണ്ണം ലഭിപ്പിച്ചു താൻ. പിരിയാതെ ബന്ധുവായിരുന്നൊരു മാധവ ഭക്തന്മാർക്കു സന്തതിയായുണ്ടായ നിന്നുടെ വചനങ്ങൾ യോഗ്യമീ വണ്ണം ചൊന്നതെത്രയുമുചിത സന്മാർഗസമ്മതമിതമെന്നെല്ലാം പ്രശംസിക്കും. ഭാസ്കരാത്മജൻ വചോ മാർഗസമ്മാനം കേട്ടു കാൽക്ഷണം വിചാര്യ ഭൂപാലകൻ ചൊല്ലിടിനാൻ, ഞാനഹോ ഭവാന്മാരെ അറിഞ്ഞേൻ ദുഃഖത്തിനും മാനസേ നിമിത്തമെന്തെന്നതുമിവനേകൻ. പാദജൻ ദോഷത്തിനു വന്നടുത്തവനെയും ഖേദങ്ങളൊഴിച്ചിനി രക്ഷിപ്പാനെന്നീ വണ്ണം വാളെടുത്തടുത്തതു കണ്ടതി ഭീത്യ വീണു ചീളന്നു നമസ്കരിച്ചിടിനാൻ ശൂദ്രൻ താനും. അഞ്ജലി ഹസ്തത്തോടെ നിന്നതു കണ്ടു പുനരഞ്ജസ നരവരൻ മന്ദഹാസാനന്തരം ചൊല്ലിനാൻ, ധനഞ്ജയൻ തന്നെ യശസ്സു കൊണ്ടെല്ലാ ലോകവും പരിപാലിക്കും മമാധീനേ. നീയൊരു വിരോധിയുണ്ടാകയാൽ ഉപദ്രവമായി തീർന്നു ശരണം പ്രാപിക്കയാൽ കൊല്ലുന്നില്ല. പോകണം മമ വിഷയത്തിങ്കൽ നിന്നു പുറത്താകണമെന്നിങ്ങനെ കേട്ടൊരു ശൂദ്രൻ താനും ശോകം പൂണ്ടുര ചെയ്താൻ. സാർവഭൗമനാം ഭവാനാകെയിങ്ങടക്കി വാണിടുന്നു ഭൂമണ്ഡലം. പോയാലില്ലൊരിടത്തും വസിപ്പാനെനിക്കു നിർമായമായ മമ സ്ഥാനം കൽപ്പിക്ക ദയാനിധേ.
ഇത്തരമർത്തിച്ചൊരു കലി തൻ നിവാസത്തിനുത്തമ നൃപൻ കൽപ്പിച്ചിടിനാൻ തത്സ്ഥാനങ്ങൾ. സന്തതം ചൂതു പൊരുന്നേടത്തും സുരപാനമന്തമെന്നിയെ ചെയ്തിടുന്നവങ്കലും പിന്നെ പന്തൊക്കും മുലമാർ പൂത്തുള്ളവരിലും രുക്മപംക്തികൾ തോറും സർവഹിംസാകാരകങ്കലും ചെന്നുടനഞ്ചിടത്തുമിരിപ്പാൻ നിയോഗിച്ചു മന്നവൻ കലി തന്നെ. മറ്റുള്ളയിടങ്ങൾ തോറും നിന്നുടനാട്ടിക്കളഞ്ഞന്വധമധധർമ്മം തന്നുടെ പാദങ്ങളെ സന്ധിപ്പിച്ചവനിയെ നന്നായാശ്വസിപ്പിച്ചു രക്ഷിച്ചു പല കാലം. ചെന്നളവൊടുക്കം ശ്രീശുകനെ ഗുരുവാക്കി ബ്രഹ്മജ്ഞാനവും ഗ്രഹിച്ച മുനീന്ദ്രനാൽ ചെമ്മേ നിർമ്മലാനന്ദം പൂണ്ടു ഭഗവത് കഥകളും സംഗാതിദോഷങ്ങളെ തീർത്തുടൻ കേട്ടു ഗംഗാതീരത്തിങ്കെന്നു ദേഹത്യാഗവും ചെയ്താൻ. ജയ ജയ ശ്രീ രാധേശ്യാം.